അമ്മാവന് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന്? രത്നയ്ക്കൊരു ആലോചന വരുന്നത് നല്ല കാര്യമല്ലേ? അപ്പോ പെണ്ണ് കണ്ട് ഇഷ്ടമായ മുന്നോട്ടേക്ക് പോവല്ലേ? പോകാം. രത്നയെ പയ്യന് ഇഷ്ടാവും ഗിരിയേട്ടാ. അവള് നല്ല സുന്ദരിക്കുട്ടിയല്ലേ? പെണ്ണ് കാണൽ ചടങ്ങ് എപ്പോഴാണെന്ന് അറിയിക്കാം. എല്ലാരും നേരത്തെ അങ്ങ് എത്തിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കല്യാണാലോചനയുടെ കാര്യം പിള്ളേരോട് പറഞ്ഞിട്ടില്ല. ഇനി ചെന്നിട്ട് വേണം പറയാം. ശരി. ഗിരിയുടെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് പൂവള്ളിയിലേക്ക് വരുന്ന മരുമകനും ഗിരിയെ പോലെ നല്ല പയ്യൻ തന്നെ ആയിരിക്കും. നല്ലവനാണോ കെട്ടവനാണോന്ന് വിധി എഴുതാൻ വരട്ടെ. എനിക്ക് തോന്നുന്ന ഈ ഗൾഫുകാരനെ ഒരു ഭൂലോക കുഴപ്പക്കാരനാണെന്നാ. എന്നുവെച്ചാ പൂവള്ളിയുടെ ചരിത്രം അങ്ങനെയാണല്ലോ. പെണ്ണിന്റെ തന്തയാണെങ്കിൽ മുഴുകൂടി, തള്ളയാണെങ്കിൽ ഏതോ ഒരുത്തന്റെ കൂടെ എവിടേക്കോ ഒളിച്ചോടി. അപ്പൊ പിന്നെ ആ വീട്ടിലേക്ക് മരുമകനായി കയറി വരുന്നവൻ എത്രക്കാരനായിരിക്കും? കുഴപ്പക്കാരൻ തന്നെ ആയിരിക്കില്ലേ? അയ്യോ അയ്യോ. എനിക്ക് ഉറപ്പാണല്ലേ, ആ പയ്യൻ നല്ല പയ്യനായിരിക്കും. രത്ന അവൻ പൊന്നുപോലെ നോക്കും. എന്തുപറ്റി? എല്ലാവരുടെയും മോൻ വാടിയിരിക്കുന്നു. കുഞ്ഞി, എന്താ സംഭവം? എന്താണ് എല്ലാവർക്കും എന്നോട് ദേഷ്യം പോലെ? കൊച്ചന്നമ്മ ബ്രോക്കർ, കാര്യം മറച്ചു വെക്കല്, കൈവേദന. മനുഷ്യനും മനസ്സിലാവുന്ന പോലെ പറയാം. എന്റെ ഏട്ടാ, കൊച്ചന്റെ ബ്രോക്കറിന്റെ ഫോൺ കോൾ വന്നപ്പോ എന്താ കാര്യമെന്ന് പോലും ഞങ്ങളോട് പറയാതെ ഏട്ടനെ കൈവേദന പോലും വകവെക്കാതെ അമ്മാവനെ കാണാൻ പോയില്ലേ? അത് തന്നെയാ കാര്യം. ഓ, അതാണോ കാര്യം? അതന്നെയാ കാര്യം. അത് അമ്മാവനെ നേരിട്ട് എന്നെ കണ്ട് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കല്യാണ കാര്യം. ആരുടെ? നിന്റെ. എന്റെയോ? ആ, എനിക്കിപ്പോ കല്യാണം വേണ്ട ഏട്ടാ. എന്റെ രത്നേച്ചി, ഇവിടെ ആദ്യം ഏട്ടന്റെ കല്യാണേ നടക്കൂ. അങ്ങനെയല്ലേ അന്ന് ജോത്സ്യൻ ജാതകം നോക്കി പറഞ്ഞത്? ആ ജോത്സ്യന്റെ പ്രവചനം ഞാൻ തൽക്കാലത്തേക്ക് അങ്ങ് മറക്കാൻ പോവാ. ഈ വീട്ടുമുറ്റത്ത് ആദ്യം ഉയരാൻ പോകുന്നേ എന്റെ രത്നക്കുട്ടിയുടെ കല്യാണപ്പന്തലായിരിക്കും. വേണ്ട, ജോത്സ്യം പറഞ്ഞതുപോലെ ഏട്ടന്റെ കല്യാണം ആദ്യം നടന്നാ മതി. മോളെ, അങ്ങനല്ല. 8 പ്രായമെത്തി പെങ്ങന്മാര് വീട്ടിൽ നിൽക്കുമ്പോ ആങ്ങളമാര് കല്യാണം കഴിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ഏട്ടാ, അത് വരാൻ പോകുന്ന ബന്ധം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണെന്നാണ് കൊച്ചനെ ചേട്ടത്തി പറഞ്ഞത്. പയ്യൻ എന്താ ഏട്ടാ ജോലി? പയ്യനങ്ങ് ദുബായില, അവിടെ എഞ്ചിനീയർ. അപ്പൊ കല്യാണം കഴിഞ്ഞ ചേച്ചിനെ ദുബായിൽ കൊണ്ടുപോകായിരിക്കും അല്ലേ? പിന്നെ കൊണ്ടുപോകില്ലേ? ചേച്ചി, ചേച്ചി പോയിട്ട് വരുമ്പോ എനിക്കൊരു പെട്ടി ഗൾഫ് മിഠായി കൊണ്ടുവരണേ. അതെ, മിഠായി മാത്രം ആക്കണ്ട, അവിടുന്ന് ഒരു ഒട്ടകത്തെയും കൂടെ കൊണ്ട് കൊടുക്ക്. എന്നിട്ട് അതിനെയും കൂടി കറി വെച്ച് തരാം. കോമഡി ഡോണ്ടു. എന്താ എന്നെ കളിയാകുന്നു നോക്കേട്ടാ. ചേച്ചി അങ്ങനെ ഒരാൾ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ടായി കിട്ടുമല്ലോ. ഇതെന്താ കുഴപ്പം? നീ ആണോ ഇവിടെ വഴക്കുണ്ടാക്കി? ഒന്നും ചെയ്യുന്നില്ല ചേച്ചിയാ. അടിയുണ്ടാക്കരുത്. നാളെ ആ പയ്യൻ നാട്ടിലെത്തും. നിന്നെ കാണാൻ അവര് വരുന്നുണ്ടാവും. കണ്ടിഷ്ടമായ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അറിയാലോ, മോളുടെ കല്യാണം ഏട്ടന്റെ വലിയ സ്വപ്നം. ചായ. ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയൂ? എന്താ പറയണോ?
എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മുഖവരെയൊന്നും വേണ്ട. ഞങ്ങള് പൂവള്ളി വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ഈ ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും മോളും. അവിടെ വലിയ വിശേഷമുണ്ടോ? രത്നയെ പെണ്ണ് കാണാനായി ചെക്കൻ വരുമല്ലേ, അപ്പൊ അവരുടെ അപ്പച്ചി എന്ന നിലയിൽ ഞാനൊന്ന് പോകണ്ടേ? നീ പോയിക്കോ. ആറ് വരണോ? മോള് നാട്ടിൽ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. അല്ല, പോകണ്ടെന്ന് പറഞ്ഞാ പോവില്ല. പോയിക്കോ. ആ പിന്നെ നീ പോകുമ്പോഴേ ഗിരിയോടും പിള്ളാരോടും ആ രക്തദാനത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കെ. അവരോട് വരാൻ പറ. പറയാം. ആ ചേച്ചി ചേച്ചി ഇതും കഴിച്ചു തീർക്കുവാണോ? ഞാൻ എത്ര എണ്ണം ചുട്ടതാ. ഹോട്ട് ദോശ വെരി ടേസ്റ്റി. ശ്ശേ, ഈ ചുടുന്ന മൊത്തം എടുത്ത് കഴിച്ചോണ്ടിരുന്നാ ഞാൻ ഏട്ടനും രത്നജിക്കും കുഞ്ഞിക്കും എന്തോ എടുത്ത് കൊടുക്കും. അവിടെ മാവുണ്ടല്ലോ, ഞാൻ കഴിച്ചതിന് ശേഷം അവർക്ക് ചുട്ടു കൊടുത്താൽ മതി. ആ അതിന് കഴിച്ച് നിർത്തണ്ടേ ചേച്ചി? നീ അടുത്ത ദോശ ചുട്ടേ. രശ്മി, രത്നേ. നീല ചേച്ചിയാണല്ലോ അത്. എന്താ ചേച്ചി പാത്രത്തില്? അവിടെ ഇന്ന് രാവിലെ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങി, എന്നാ കുറച്ച് ഇവിടെ തന്നേക്കാന്ന് കരുതി. ഹായ്, മധുരക്കിഴങ്ങ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുമോളെ. മധുരക്കിഴങ്ങ് എനിക്ക് വെരി ലൈക്കാണേ. എന്താ പേര് ലൈക്ക് അല്ലാത്തത്? കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും ഉടനെ അതിൽ കൈവച്ചോണം.